സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം കൂടുതൽ ശക്തമാക്കാൻ ആശാ വർക്കേഴ്സ് ശനിയാഴ്ച വനിതാ ദിനത്തിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച് സംഗമം നടത്താനാണ് തീരുമാനം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല പണിമുടക്ക് 25 ദിവസം പിന്നിട്ടിട്ടും ആവശ്യങ്ങൾ പരിഗണിക്കാതെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ പരസ്പരം പഴിചാരി മുഖം തിരിക്കുന്നുവെന്നാണ് ആശാ വർക്കേഴ്സിന്റെ കുറ്റപ്പെടുത്തൽ. ഇതോടെയാണ് വനിതാ ദിനത്തിൽ സമരം ഘടിപ്പിക്കാൻ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചത്. മറ്റന്നാൾ രാവിലെ 10:30 ആരംഭിക്കുന്ന സംഗമത്തിൽ എല്ലാ ജില്ലകളിലെയും വനിതകളെ അണിനിരത്തുമെന്ന് സമരസമിതി. ഞങ്ങൾ 8-ാം തീയതി സാർവദേശീയ വനിതാ ദിനമാണല്ലോ. 100 വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീകൾ ഇറങ്ങി തെരുവിലിറങ്ങി അവകാശങ്ങൾ നേടിയെടുത്ത ദിനം, അതിൻ്റെ ഓർമ്മ ദിനമാണ് മാർച്ച് 8. ഇവിടെയും അനിതര സാധാരണമായൊരു സമരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തൊഴിലാളി സ്ത്രീകൾ 100 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും നമ്മൾ എത്തി നിൽക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഇന്ന് സമരപന്തൽ സന്ദർശിച്ചു. വിഷയം വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ഉന്നയിക്കാനാണ് UDF MPമാരുടെ തീരുമാനം. ഇന്ത്യൻ പാർലമെന്റിൽ എത്രയോ നിയമങ്ങൾ ഭേദഗതി ചെയ്തിട്ടുണ്ട്. കാലാനുസൃതമായി ഭേദഗതി വരുത്താനാണ് ഭരണഘടന തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്കറിയാം, ഓണറേറിയം തീരുമാനിച്ചിരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റാണ്. വയറ്റിപ്പഴപ്പിന് വേണ്ടി നടക്കുന്ന ആളുകളായി സമരം ചെയ്യുന്നത്. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. ഓണറേറിയം 2100 രൂപയാക്കി വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയാക്കുക, പെൻഷൻ നൽകുക എന്നീ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ആശാ വർക്കേഴ്സ്. 24 തിരുവനന്തപുരം.